ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വർണ്ണക്കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ പ്രീതയുടെ സാറിനെ ആണെങ്കിൽ പൃഥ്വി പരിചയപ്പെടുകയാണ്. പൃഥ്വിയാണെങ്കിൽ സാറിനോട് പറയാണ് ഈ സുന്ദരിയായ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പോകുന്നത് ഞാനാണെന്ന്. സാർ അപ്പോൾ പറയാണ് ഓൾറെഡി പ്രീത എന്നോട് പറഞ്ഞിരുന്നുവെന്ന്. നിങ്ങൾ എന്ത് ചെയ്യുകയാണെന്ന് ചോദിക്കുന്നു. ആ സമയത്ത് പൃഥ്വി അറിയാതെ ഡോൺ ആണെന്ന് പറയുന്നു. പിന്നെ പറയുന്നു തമാശയ്ക്ക് പറഞ്ഞതാണെന്ന്. എനിക്ക് ഭയങ്കര ഇവന്റ് മാനേജ്മെന്റിൽ ഇൻട്രസ്റ്റ് ആണ്, അതുകൊണ്ടാണ് ഇവിടെ വന്നതെന്ന രീതിയിൽ സംസാരിക്കുകയാണ്. കിരണാണെങ്കിൽ കുടിച്ചിട്ട് തല കറങ്ങി വീഴാനൊക്കെ പോകുന്നു. അത് കണ്ടിട്ട് പ്രീതയാണെങ്കിൽ അങ്ങോട്ട് പോകാൻ തുടങ്ങുന്നുണ്ട്. പക്ഷെ പൃഥ്വിയാണെങ്കിൽ പ്രീതയുടെ കയ്യിൽ പിടിക്കുന്നു. പൃഥ്വിയാണെങ്കിൽ കയ്യിൽ പിടിച്ചിട്ട് പറയാണ് സാറിനെ ഇൻവൈറ്റ് ചെയ്തില്ലേ നമ്മുടെ വിവാഹത്തിനെന്ന്. പ്രീതി അപ്പോൾ പറയാണ് ഡേറ്റ് ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്ന്. പൃഥ്വി അപ്പോൾ പറയാണ് ഡേറ്റ് തീരുമാനിച്ചാൽ ഉടനെ തന്നെ അറിയിക്കാമെന്ന്. കിരണാണെങ്കിൽ മോനിഷയോട് പറയാണ് ഞാൻ ഒരേ ഒരു ഗ്ലാസ് ആണ് കുടിച്ചത്, അതിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ഇത്രയും ബോധം പോയതെന്നൊക്കെ. മോനിഷ അപ്പോൾ പറയാണ് ചില സമയത്ത് അങ്ങനെയൊക്കെ നടക്കുമെന്ന്. പൃഥ്വിയാണെങ്കിൽ മോനിഷയെ നോക്കി ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് മോനിഷയാണെങ്കിൽ ലെമൺ ജ്യൂസിലും മയക്കാനുള്ള പൊടി മിക്സ് ചെയ്തിട്ട് വീണ്ടും കിരണിനെ കൊണ്ട് കുടിപ്പിക്കുകയാണ്. മോനിഷയാണെങ്കിൽ കിരണിനോട് പറയാണ് ഇവിടെ നിന്ന് നമുക്ക് പോകാം, റൂമിൽ പോയിട്ട് നീ റെസ്റ്റ് എടുക്കാൻ പറയുന്നു. കിരൺ അപ്പോൾ പറയാണ് ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടും വരുന്നില്ല എന്ന്. മോനിഷ അപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് പ്രീതയെ കാണുന്നത് കൊണ്ടാണ് കിരൺ എൻ്റെ കൂടെ വരാത്തത്, അതുകൊണ്ട് പൃഥ്വിക്ക് ഉടനെ തന്നെ മെസ്സേജ് ചെയ്യുകയാണ് പ്രീതയെ അവിടെ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞിട്ട്. പൃഥ്വിയാണെങ്കിൽ പ്രീതയും കൂട്ടിയിട്ട് അവിടെ നിന്ന് പോവുകയാണ് കഴിക്കാൻ വാ എന്ന് പറഞ്ഞിട്ട്. മോനിഷയാണെങ്കിൽ കിരണിനോട് പറയാണ് നീ റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് കൂട്ടിയിട്ട് പോകുന്നു. കിരണാണെങ്കിൽ അവിടെയുള്ള എന്തോ തട്ടിത്തെറിപ്പിക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ മീഡിയക്കാരെല്ലാം കിരണിന്റെ അടുത്തേക്ക് വരുന്നു. കിരൺ ആണെങ്കിൽ മോനിഷയെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മോനിഷ അപ്പോൾ മീഡിയയുടെ മുന്നിൽ ആക്ട് ചെയ്യുകയാണ്. എന്നെ വിട് കിരൺ, നീ എന്താണ് എന്നെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. കിരൺ ആണെങ്കിൽ മീഡിയയോട് വഴക്കുണ്ടാക്കുകയാണ്. എനിക്കിപ്പോൾ ശരിയായ സിറ്റുവേഷനിലല്ല ഞാൻ നിൽക്കുന്നത്, ഇപ്പം നിങ്ങൾ ഫോട്ടോ എടുക്കാതെ എന്ന് പറയും. സമീറിന്റെ മുന്നിൽ കൂടെ കിരണിനെയും കൊണ്ട് മോനിഷ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ സമീർ അത് കാണുന്നില്ല. പൃഥ്വിയാണെങ്കിൽ പ്രീതയെ കൂട്ടിയിട്ട് പോയിട്ട് നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുവെന്നും ഒരുപാട് ഇപ്പോൾ ഇഷ്ടമാണെന്നൊക്കെ പറയാണ്. പൃഥ്വിയാണെങ്കിൽ പ്രീതയെ പുകഴ്ത്തി പറയുന്നതൊന്നും പ്രീത ശ്രദ്ധിക്കുന്നില്ല. പ്രീതയുടെ മനസ്സിൽ ഫുള്ള് കിരണിന്റെ സിറ്റുവേഷൻ എന്തായിരിക്കുമെന്ന് കരുതിയാണ്. പൃഥ്വിയുടെ സംസാരം നിർത്തിയിട്ട് കിരണിന്റെ അടുത്ത് പോകാൻ പറ്റില്ലല്ലോ എന്ന് മാത്രമാണ് പ്രീത വിചാരിക്കുന്നത്. പ്രീതയാണെങ്കിൽ പൃഥ്വിയോട് പറയാണ് ഞാൻ കുറച്ചു മുമ്പ് കഴിച്ചതാണ്, ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ട് പ്രീത അവിടെ നിന്ന് പോവുകയാണ്. പൃഥ്വി അപ്പോൾ പോയിട്ട് വരാൻ പറയുന്നു. പൃഥ്വിയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ് ഇവളാണെങ്കിൽ എൻ്റെ മാത്രമാണ്, ഇവളെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന്. പ്രീതയാണെങ്കിൽ കിരണിനെ അവിടെയെല്ലാം നോക്കുകയാണ്, കാണുന്നില്ല. ആ സമയത്ത് സമീറും അവിടേക്ക് വരുന്നു. സമീറും പറയാണ് കിരണിനെ നോക്കുകയാണെന്ന്. അത് പറയാണ് സമീറിനോട് ആ വഴിക്ക് പോയി നോക്ക്, ഞാനാണെങ്കിൽ ഈ വഴിക്ക് പോയി നോക്കാം, എവിടെയെങ്കിലും കണ്ടാൽ ഫോൺ വിളിക്കണമെന്ന് പറയുന്നു. പെട്ടെന്ന് പ്രീതയുടെ അടുത്തേക്കാണെങ്കിൽ പൃഥ്വി വരികയാണ്. പൃഥ്വി ചോദിക്കുകയാണ് പ്രീത ഇവിടെ എന്തെടുക്കുകയാണെന്ന്. പ്രീത അപ്പോൾ പറയാണ് ഈ സ്ഥലമെല്ലാം ഞാനൊന്ന് കാണുകയായിരുന്നു എന്ന്. പൃഥ്വിയാണെങ്കിൽ വീണ്ടും പ്രീതയുടെ അടുത്ത് വന്നിട്ട് എൻ്റെ കൂടെ വരാനെന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോവുകയാണ്. സമയത്ത് പ്രീത ഓർക്കുകയാണ് എന്താണ് ചെയ്യുക, കിരണിനെ കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂവല്ലോ എന്ന്. പെട്ടെന്ന് ജ്യൂസ് കൊണ്ടുവരുന്ന പയ്യൻ്റെ അടുത്ത് പോയിട്ട് പ്രീത അത് തട്ടുകയാണ്. പ്രീതയുടെ ഡ്രസ്സിലെല്ലാം ജ്യൂസ് വീഴുന്നു. പ്രീതയാണെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് വാഷ്റൂമിൽ പോയിട്ട് വാഷ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പൃഥ്വിയുടെ അടുത്ത് നിന്നും പോവുകയാണ്. ആണെങ്കിൽ പൃഥ്വിയെ വിളിച്ചിട്ട് അവിടെ കാര്യങ്ങൾ എന്താ എന്ന് ചോദിക്കുന്നു. പൃഥ്വി അപ്പോൾ പറയാണ് എല്ലാ കാര്യങ്ങളും കറക്റ്റായ വഴിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഇപ്പോഴാണെങ്കിൽ മോനിഷയും കിരണിനെ ഇവിടെ കാണുന്നില്ല. മോനിഷ അവളുടെ പ്ലാൻ എല്ലാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്